ശ്രീലങ്കൻ തീരത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുങ്ങിയ ഇറാനിയൻ യുദ്ധക്കപ്പലിനെ US അന്തർവാഹിനി ആക്രമിച്ചു. ഇത് പശ്ചിമേഷ്യൻ സംഘർഷത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് അടുപ്പിച്ചു. ടോർപിഡോ ആക്രമണത്തിൽ കുറഞ്ഞത് 83 പേർ കൊല്ലപ്പെട്ടു. വാഷിംഗ്ടൺ DC-യിൽ നടന്ന പത്രസമ്മേളനത്തിൽ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ആക്രമണം സ്ഥിരീകരിച്ചു. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനും കടുത്ത വിലപേശലിനും ശേഷമാണ് ഭരണകക്ഷിയായ DMK-യും കോൺഗ്രസും നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന കരാറിൽ ഒപ്പുവെച്ചത്. DMK പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിനും TNCC പ്രസിഡന്റ് സെൽവ പെരുന്തകയും ഒപ്പുവെച്ച കരാർ പ്രകാരം കോൺഗ്രസ് 28 നിയമസഭാ സീറ്റുകളിൽ മത്സരിക്കും. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന യുദ്ധം ഇന്ത്യയുടെ എണ്ണ വാതക ഇറക്കുമതിയെ സമ്മർദ്ദത്തിലാക്കുന്നു. ഇന്ത്യയിലേക്കുള്ള ടാങ്കറുകളും ഗ്യാസ് കാരിയറുകളും പേർഷ്യൻ ഗൾഫിലും ഖത്തറിലും കുടുങ്ങിക്കിടക്കുന്നതിനാൽ അവരുടെ ദ്രവീകൃത പ്രകൃതിവാതക ഉൽപാദന കേന്ദ്രം അടച്ചുപൂട്ടുന്നു. ലോയ്ഡ്സ് ലിസ്റ്റ് ഇന്റലിജൻസ് പ്രകാരം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിർത്തിവച്ചതിനെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ വ്യാപാരം നടത്തുന്ന 200ഓളം അസംസ്കൃത എണ്ണ ഉൽപ്പന്ന ടാങ്കറുകൾ പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്നു. തിരഞ്ഞെടുപ്പിനായി നേപ്പാൾ വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നേപ്പാൾ സൈന്യവുമായി ഏകോപിപ്പിച്ച് സംയോജിത സുരക്ഷാ പദ്ധതി പ്രകാരം 3 ലക്ഷത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്.